ഗൗതം അദാനി വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധം ഇന്ത്യ സഖ്യം ഇന്നും തുടരും. സംഭൽ സന്ദർശനത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ ഗാസിപൂർ അതിർത്തിയിൽ തടഞ്ഞത് കോൺഗ്രസ് അംഗങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിക്കും. റെയിൽവേ ഭേദഗതി നിയമബില്ലിലെ ചർച്ചകൾക്ക് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. ബൽറാം നെടുങ്ങാടി മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയും. ഗുഡ് മോർണിംഗ് SKN. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ പ്രധാന വിഷയമായി അല്ലെങ്കിൽ പുതിയ ഒരു യുദ്ധമുഖം തന്നെ തുറക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. പ്രത്യേകിച്ച് ഈ അദാനി വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഒരു പ്രതിഷേധം കഴിഞ്ഞ 2 ദിവസമായി നടത്തി വരുന്നുണ്ട്. ഒരാഴ്ചയേറെയായി പാർലമെന്റ് സ്തംഭിച്ച ശേഷം അദാനിക്കെതിരായ പ്രതിഷേധം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം പാർലമെന്റ് കവാടത്തിലേക്ക് മഗർദ്വാറിലേക്ക് മാറ്റിയിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം. എന്നാൽ ആ പ്രതിഷേധത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അത്തരത്തിൽ സഭാ കവാടത്തിൽ പ്രതിഷേധിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ചിലരിൽ നിന്നും പരാതി ലഭിച്ചിരിക്കുന്നു എന്നും അത്തരം പ്രതിഷേധം ഒഴിവാക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും പുറത്തിറക്കിയിരിക്കുന്നു. എന്നാൽ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്നൊരു നിലപാട് ഇന്ത്യ സഖ്യത്തിനുണ്ട്. പ്രതിഷേധിക്കാനുള്ള അവകാശം തന്നെ നിഷേധിക്കപ്പെടുന്ന ഒരു സമീപനം ശരിയല്ല എന്നാണ് നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്നും ആ പ്രതിഷേധം തുടരാനുള്ള ഒരു തീരുമാനം തന്നെയാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇതിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ ഇനി കൂടിയാലോചനകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പുതിയ സംഘർഷമുഖത്തിന് വഴിവെക്കും. അതേസമയം മറ്റ് വിഷയങ്ങൾ കൂടി ഈ പാർലമെന്റിലെ ഇരുസഭകളിലും ഉന്നയിക്കണമെന്ന അഭിപ്രായം ഇന്ത്യ സഖ്യകക്ഷികൾക്ക് ഉണ്ട്. ബംഗ്ലാദേശ് വിഷയമായിരിക്കും തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുക. സംഭലിലേക്ക് പോകുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ അടക്കമുള്ളവരെ തടഞ്ഞത് വലിയ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ പ്രാഥമികമായ അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആക്ഷേപം. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ഇന്നലെ ഗാസിപൂർ അതിർത്തിയിൽ പ്രിയങ്ക ഗാന്ധി, അതുപോലെ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, UP PCC അധ്യക്ഷൻ, ഇവരെല്ലാം പോലീസ് തടഞ്ഞിരുന്നു. ബാരിക്കേഡുകൾ ജില്ലയുടെ പല അതിർത്തിയിൽ ഉയർത്തിയാണ് തടഞ്ഞത്. എന്നാൽ ഈ ബാരിക്കേഡുകളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും അതിർത്തി കടന്നു പോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ സംഭൽ സംഘർഷ മേഖലയിലേക്ക് രാഹുൽ ഗാന്ധിയും മറ്റുള്ളവരും ചെന്നാൽ സംഘർഷം കൂടുതൽ കരുത്താർജിക്കും. എന്നാൽ ഈ സംഭൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായത് തന്നെ നമുക്കുണ്ടായ ഒരു പിഴവാണോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്.